ശാസ്ത്രത്തിന്റെ അപകടകരമായ പൈതൃകം. ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ മാരി ക്യൂറി ഒരു ഇതിഹാസമാണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം കണ്ടെത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഈ വനിതയുടെ സംഭാവനകൾ ലോകത്തെ മാറ്റിമറിച്ചു. എന്നാൽ അവരുടെ പരീക്ഷണങ്ങൾ സൃഷ്ടിച്ച ഒരു അപകടകരമായ പൈതൃകം ഇന്നും ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. മാരി ക്യൂറിയുടെ നോട്ട്ബുക്കുകൾ ഇന്നും ശക്തമായ റേഡിയോ ആക്ടിവിറ്റി പ്രസരിപ്പിക്കുന്നു എന്നതാണ് ആ പൈതൃകം. അപകടം പതിയിരിക്കുന്ന താളുകൾ. ലെഡ് കൊണ്ട് പൊതിഞ്ഞ പ്രത്യേക പെട്ടികളിലാണ് ഈ നോട്ട്ബുക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് അവയിലേക്ക് പ്രവേശനമില്ല. ശാസ്ത്രജ്ഞർ പോലും പ്രത്യേക സുരക്ഷാ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഈ നോട്ട്ബുക്കുകളിൽ നിന്ന് ഇപ്പോഴും ശക്തമായ റേഡിയേഷൻ പുറത്തുവരുന്നു. എന്തുകൊണ്ട് ഈ അപകടം? മാരി ക്യൂറിയും ഭർത്താവ് പിയറി ക്യൂറിയും റേഡിയോ ആക്ടിവിറ്റി പഠനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവുണ്ടായിരുന്നില്ല. സുരക്ഷാ മുൻകരുതലുകളില്ലാതെയായിരുന്നു അവരുടെ പരീക്ഷണങ്ങൾ. റേഡിയവും പൊളോണിയവും പോലുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുമായി അവർ നിരന്തരം സമ്പർക്കം പുലർത്തി. ഈ മൂലകങ്ങളുടെ അംശങ്ങൾ അവരുടെ നോട്ട്ബുക്കുകളിലും മറ്റു വസ്തുക്കളിലും പറ്റിപ്പിടിച്ചു. ശാശ്വതമായ വികിരണം. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾക്ക് ദീർഘമായ അർദ്ധായുസ്സുണ്ട്. അതായത് അവയുടെ റേഡിയേഷൻ ശക്തി പകുതിയായി കുറയാൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. അതുകൊണ്ടാണ് മാരി ക്യൂറിയുടെ നോട്ട്ബുക്കുകൾ ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അപകടകരമായ റേഡിയേഷൻ പുറത്തുവിടുന്നത്. ശാസ്ത്രത്തിന്റെ ഇരുണ്ട വശം. മാരി ക്യൂറിയുടെ നോട്ട്ബുക്കുകൾ ശാസ്ത്രത്തിന്റെ ഒരു ഇരുണ്ട വശത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അറിവ് നേടാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾ ചിലപ്പോൾ എത്രത്തോളം അപകടകരമാകാം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. എങ്കിലും ഈ അപകടകരമായ പൈതൃകം ശാസ്ത്രലോകത്തിന് വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു. സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യവും റേഡിയോ ആക്ടിവിറ്റിയുടെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള അവബോധവും ഈ നോട്ട്ബുക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു. മാരി ക്യൂറിയുടെ നോട്ട്ബുക്കുകൾ ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ഒരു കൗതുകകരമായ ഏടാണ്. അപകടം പതിയിരിക്കുന്ന ഈ താളുകൾ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്നു.